ഹലോ ട്രേഡേഴ്സ്, ഈ ഒരു ആപ്പിൽ നമ്മളിപ്പോൾ റൺ ചെയ്തുകൊണ്ട് ഗ്രാസിൻ്റെ ഡെസ്ക്ടോപ്പ് നോഡാണ്. അത് 2 ടൈംസ് സ്പീഡിലാണ് ഇവിടെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ റൺ ചെയ്തുകൊണ്ട് ഗ്രാസിൻ്റെ കമ്മ്യൂണിറ്റി നോഡാണ്, അത് 1.25x സ്പീഡിലാണ്. അപ്പോൾ ഈ ആപ്പിൽ നമുക്ക് എങ്ങനെ ഗ്രാസിൻ്റെ ഡെസ്ക്ടോപ്പ് നോഡ് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. നോർമലി ഒരാൾ ഡെസ്ക്ടോപ്പ് നോഡ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ സ്റ്റോറിലേക്ക് പോകും. സ്റ്റോർ പോയ ശേഷം ഇവിടെ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഡൗൺലോഡ് കോഡ് കൊടുക്കണം. അത് കൊടുത്താലേ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടുള്ളൂ. നമ്മൾ ഡൗൺലോഡ് കോഡ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ വാലറ്റ് കണക്ട് ചെയ്യാൻ പറയും. നമ്മുടെ വാലറ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഫാൻറ്റം വാലറ്റ് ഇവിടെ ഉണ്ട്, ഞാനിപ്പോൾ അത് കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പറയും എലിജിബിലിറ്റി ചെക്ക് ചെയ്യണം. എലിജിബിലിറ്റി ചെക്ക് ചെയ്യുന്ന സമയത്ത് എലിജിബിൾ അല്ല എന്ന് പറയും. അങ്ങനെ വരുന്ന സമയത്ത് കുറേ പേര് എങ്ങനെ ആക്സസ് കോഡ് കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആക്സസ് കോഡ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രാസിൻ്റെ ഒരു NFT നമ്മുടെ വാലറ്റിൽ ഹോൾഡ് ചെയ്തിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ആക്സസ് കിട്ടുള്ളൂ. പക്ഷേ ഇതൊരു ആപ്പാണ്, അതായത് ഒരു ആപ്ലിക്കേഷനായിട്ട് നമുക്ക് ലാപ്ടോപ്പിൽ റൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ആക്സസ് കോഡ് ഇല്ലെങ്കിൽ പോലും ആ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് കിട്ടിയാൽ മതി. അപ്പോൾ അങ്ങനെ ഞാൻ എവിടെ നിന്ന് ഞാനും ആൾസോ ഗ്രാസിൻ്റെ NFT ഹോൾഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് എവിടെ നിന്നിട്ട് ആക്സസ് കോഡ് ഇല്ലാതെ ഈ ആപ്ലിക്കേഷൻ കിട്ടും നോക്കി. അപ്പോൾ നമ്മുടെ ഡിസ്കോഡിലും അതേപോലെ ഗ്രാസിൻ്റെ ഡിസ്കോഡിൽ ഓൾമോസ്റ്റ് 4 ലക്ഷത്തിന് മുകളിൽ മെമ്പേഴ്സും വളരെയധികം ആക്റ്റീവായ ഡിസ്കോഡാണ്. അപ്പോൾ അവിടെയൊക്കെ ഇന്ന് ചർച്ചകളും സംസാരം. അപ്പോൾ തന്നെ ഗ്രാസിൻ്റെ ഫ്രണ്ട് ലൈനിലുള്ളതിന് ഡെവലപ്പേഴ്സിൽ ഒരാളായിട്ടുള്ള വെരിഫൈഡ് പ്രൊഫൈലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗോഡി ദ ഗിഗാബൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് മെയിൻലി ഈ സാധനം റിലീസ് ആയപ്പോൾ തൊട്ട് കുറേ അധികം ആൾക്കാർ ഇതിൻ്റെ ഫേക്ക് ലിങ്ക്സ് പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി. ഫേക്ക് ലിങ്ക്സ് വെച്ച് നമ്മൾ മൈൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി നമ്മുടെ മൈൻഡ് ചെയ്ത് ഉണ്ടാക്കിയ സാധനം പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഗോഡി ദ ഗിഗാബൈറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അദ്ദേഹം തന്നെ സെർജിയോ ലാസോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡിസ്കോഡിലുള്ള ഒരു ഫ്രണ്ട് ലൈൻ ഗ്രാസ് മെമ്പറിലത്തെ ഒരാളായതാണ്. കാണാം, ഫസ്റ്റ് ഫാമിംഗ് ഡിവിഷൻ ഗ്രാസ് ആർമിയിൽ കിടക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന് കിട്ടിയ ഇൻവിറ്റേഷൻ വെച്ചിട്ട് നമുക്ക് ആക്സസ് കോഡ് ഇല്ല ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ബ്ലോഗിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനൽ നിങ്ങൾ ജോയിൻ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ലിങ്ക് കിട്ടുന്നതാണ്. അതുപോലെ മാക് ആണെങ്കിലും അതേപോലെ ലിനക്സ് ആണെങ്കിലും ഇൻസ്റ്റാൾ ചെയ്ത ലിങ്ക് ആൾസോ അതിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡൗൺലോഡ് ഡെസ്ക്ടോപ്പ് നോട് ക്ലിക്ക് ചെയ്ത് നേരിട്ട് ഡൗൺലോഡ് ഓപ്ഷനിൽ വരും. ഡൗൺലോഡ് വളരെ ചെറിയൊരു ആപ്ലിക്കേഷനാണ്. ഓക്കെ, നമ്മൾ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഡൗൺലോഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ തന്നെ ഫോൾഡറിൽ വെച്ച് ഓപ്പൺ ചെയ്യുക. ഇത് എക്സ്ട്രാക്ട് ചെയ്യാനൊന്നുമില്ല. അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ലോവർ ട്രിബിക്ക കോർപ്പറേറ്റ് IBC. അപ്പോൾ അത് വേറെ ആപ്പാണോ അല്ലേന്ന് അറിയാൻ വേണ്ടി പല ആൾക്കാരും ഈ ഒരു സാധനം കാണാൻ ഓക്കെ ലോവർ ട്രിബിക്ക കോർപ്പ് IBC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിൻലാബ്സ് ആണല്ലോ ഗ്രാസ് ഉണ്ടാക്കുക. അപ്പോൾ ഇത് ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ ആദ്യം ഞാൻ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ കൊടുക്കുക. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാം. നമ്മുടെ ഈ ലോവർ ട്രിബിക്ക എന്ന് പറഞ്ഞിട്ടുള്ള കോർപ്പറേഷൻ ഉണ്ടല്ലോ, അത് ബിസിനസ് ചെയ്യുന്നത് വിൻലാബ്സ് എന്നുള്ള നെയിമിലാണ്. അപ്പോൾ ഞാനത് വെരിഫൈ ചെയ്തു. ഇത്തരത്തിലൊക്കെ നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുന്ന എല്ലാ തരത്തിലും ഞാൻ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യുന്നുണ്ട്. ഇതൊരു ഫേക്ക് ആപ്ലിക്കേഷൻ അല്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളോട് ഇൻസ്റ്റാൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഗ്രാസ് സെറ്റപ്പ് പോയിക്കും. ഇവിടെ നെക്സ്റ്റ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. നെക്സ്റ്റ് കൊടുക്കുക. പിന്നെ എന്തായാലും വായിച്ചാലും ഇല്ലെങ്കിലും എല്ലാവരും അവസാനം എഗ്രി തന്നെ കൊടുക്കാൻ പോകണം, കാരണം ആപ്പ് നമുക്ക് റൺ ചെയ്യണമല്ലോ. അപ്പോൾ അവിടെ എഗ്രി കൊടുക്കുക. ശേഷം നമ്മളെവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്ന നോക്കുക, ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുക. ഇൻസ്റ്റാൾ ആയി ശേഷം നമ്മളിനി ജസ്റ്റ് ലോഗിൻ ചെയ്യേണ്ട ഓപ്ഷൻ വരും. അപ്പോൾ ഞാൻ നമ്മുടെ ID പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ID പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാൽ കോൺഫിഗറേഷൻ ചോദിക്കും. അതായത് ആപ്പ് നമ്മൾ ലാപ്ടോപ്പ് ഇന്ന് ഓപ്പൺ ആക്കുന്ന സമയത്ത് നമ്മുടെ PC ഓപ്പൺ ആകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ടപ്പിൽ ഓപ്പൺ ചെയ്യണോ അതേപോലെ തന്നെ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ചെയ്യണോ എന്നുള്ളത് എൻ്റെ റെക്കമെൻഡേഷൻ ചോദിക്കുകയാണെങ്കിൽ ഞാൻ 2 ഓൺ ആക്കി ഇടുക തന്നെയാണ് ചെയ്യുക. നമുക്ക് 2 കൂടെ ഓൺ ആക്കാം. അതല്ലാതെ തന്നെ നമുക്ക് ലേറ്റർ ഇത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ആൾസോ ഉണ്ട്. അപ്പോൾ അതിനുശേഷം അത് ഓണാക്കിയിട്ട് ഇത് ക്ലോസ് കഴിഞ്ഞ് നമ്മളിവിടെ ലോഗിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പോക്കിൽ നമ്മൾ എത്ര ഏൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ 125x ഇവിടെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിതിവിടെ ജസ്റ്റ് കണക്ട് ആവാറെ നമ്മളിതൊന്ന് റീലോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിത് കണക്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പോട്ടിൽ തന്നെ അവിടെ ഈ 1.25 എന്നുള്ളിടത്ത് നേരെ നമുക്ക് 2x എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഇനി ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാം. ഈ തന്ന ലിങ്കിലല്ല നിങ്ങൾ വേറെ സ്ഥലത്ത് ഇൻസ്റ്റാൾ ചെയ്ത്, കാരണം ഗിറ്റ്ഹബിലും ബാക്കിയുള്ള പല റെഡിറ്റ് പേജസിലും ഒക്കെ ഗ്രാസിന്റെ ആക്സസ് കോഡ് എന്ന് പറഞ്ഞിട്ടും അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ആപ്പ് ആണെന്ന് പറഞ്ഞിട്ട് പല ആപ്പുകൾ ഇവരെ വ്യത്യാസം വരുത്തിയത് നമ്മുടെ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാധനം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തന്നെ മൈൻഡ് ചെയ്യുക. പക്ഷേ നമ്മുടെ ID പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്യുന്നതോടുകൂടെ അവർക്ക് അതിലേക്ക് ആക്സസ് കിട്ടും. അപ്പോൾ ആ ഒരു ഇഷ്യൂ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത ഒരേ റീസൺ ആണ്. അതിന് കോഫൗണ്ടേഴ്സിലായിട്ടുള്ള ഗോഡി ഈ സർജൻ ലൈസോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുടെ ബ്ലോഗ് റീപോസ്റ്റ് ചെയ്ത് കണ്ടിട്ടും അതിൽ നിന്ന് ഞാൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇതിന്റെ വേണ്ട ലിങ്കുകളും ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ് ആയെന്ന് കരുതുന്നു. അതേപോലെ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റിൽ പറഞ്ഞാൽ മതി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഹാപ്പി ട്രേഡിംഗ്.